ഹായ് സ്റ്റുഡൻസ്, ഈസി കോമേഴ്സ് മലയാളത്തിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണിത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു. ആ ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ 4 കീ ടേംസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഈ 4 കീ ടേംസിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഡെഫിനിഷൻ ഇങ്ങനെയായിരുന്നു: അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഇക്കണോമിക് ഇവന്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്തുള്ള ഇക്കണോമിക് ഇവന്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, റെക്കോർഡ് ചെയ്ത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ 4 കീ ടേംസ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. ഏതൊക്കെയാണത്? ഇക്കണോമിക് ഇവന്റ്സ്, ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ ഓർഗനൈസേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കീ ടേം പിക്ക് ചെയ്യാം. ഫസ്റ്റ് കീ ടേം ഇക്കണോമിക് ഇവന്റ്. ഓക്കെ, എന്താണ് ഇക്കണോമിക് ഇവന്റ്? ആൻ ഇക്കണോമിക് ഇവന്റ് ഈസ് നോൺ ആസ് എ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസ് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് വിച്ച് ആർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. ഓക്കെ, ആൻ ഇക്കണോമിക് ഇവന്റ് ഈസ് നോൺ ആസ് എ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസ് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു ഹാപ്പനിങ് ആണ്, ബിസിനസ് ഓർഗനൈസേഷനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ റിസൾട്ടായിട്ടുണ്ടാകുന്നൊരു ഹാപ്പനിങ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് സംഭവിക്കുന്നതാണ് ഇക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. ഈ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് നിൽക്കുകയല്ല, കുറേയധികം ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ഇക്കണോമിക് ഇവന്റ് ആയിട്ട് അത് മാറ്റപ്പെടുന്നത്. ഇനി ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്: ആൻഡ് വിച്ച് ആർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. ഇക്കണോമിക് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ടല്ലോ നമ്മുടെ ഓർഡിനറി ഇവന്റും ഇക്കണോമിക് ഇവന്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇക്കണോമിക് ഇവന്റിൽ എന്തുണ്ടായിരിക്കും? ഇക്കണോമിക് ഇവന്റിനെ നമുക്ക് മോണിറ്ററി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിന്റെ കോൺസിക്വൻസ് ആയിട്ട് സംഭവിക്കുന്ന ഒന്നിലധികം ട്രാൻസാക്ഷൻസ് കൂടിച്ചേർന്ന് മോണിറ്ററി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു മെഷീനറി വാങ്ങിച്ചത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ഇൻസ്റ്റാളേഷൻ്റെ ഭാഗമായിട്ട് കുറേയധികം ട്രാൻസാക്ഷൻസ് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നു. എന്തൊക്കെയായിരിക്കും? പർച്ചേസ് ഓഫ് മെഷീനറി, ഇൻസ്റ്റാളിങ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് റെഡി ഫോർ മാനുഫാക്ചറിങ്. അപ്പം ഈ ഒരു നമ്മുടെ എക്സാമ്പിളിനകത്ത് നമ്മുടെ ഒരു ഇവൻറ്റ് പറയുകയാണ്: പർച്ചേസ് ഓഫ് മെഷീനറി, ഇൻസ്റ്റാളിങ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് റെഡി ഫോർ മാനുഫാക്ചറിങ്. അത് ഒരു ഇവൻ്റാണ്. മെഷീനറി വാങ്ങിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുന്നു എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. സ്ഥാപനത്തിൽ കൊണ്ടുവച്ചു, അതൊരു ഇവൻ്റാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്തുമാത്രം ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അവിടെ സംഭവിക്കുന്നു? ആ മെഷീൻ ബൈ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെഷീൻ, ആ വാങ്ങിച്ചിടത്തുനിന്ന് നമ്മുടെ എത്തിക്കേണ്ട സൈറ്റിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു, സൈറ്റ് പ്രിപ്പറേഷൻ ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് എ മെഷീൻ, ആ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക് സൈറ്റ് ഒരുക്കണമല്ലോ, ആ ആക്ടിവിറ്റി ചെയ്യുന്നു. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ ട്രയൽ റൺ ചെയ്യണം. ഇത്രയും ട്രാൻസാക്ഷൻസ് അവിടെ സംഭവിക്കുന്നു. ഒരു മെഷീനറി വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന ഇവന്റിൽ ഇത്രയും അതിൽ കൂടുതലോ ട്രാൻസാക്ഷൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇവന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മെഷീനറി വാങ്ങിക്കുക, ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവരിക, സൈറ്റ് ഒരുക്കുക, ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നു. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം കൂടി ചേരുമ്പോഴാണ് അതൊരു ഇക്കണോമിക് ഇവന്റ് ആയിട്ട് മാറുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത ഉണ്ടോ? സാധനങ്ങൾ വാങ്ങിച്ചു, അതിന് വിലയുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നു, അതിന് നമ്മൾ കൂലി കൊടുക്കണം, അത് നമ്മൾ പണത്തിലാണല്ലോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ സൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാവുന്ന ചിലവുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് മോണിറ്ററി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മോണിറ്ററി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിന്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന ഒരു കോൺസിക്വൻസിനെയാണ് നമ്മൾ ഇക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത്. ഈ ഇക്കണോമിക് ഇവന്റ്സിനെല്ലാം ഒന്നിലധികം ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഇക്കണോമിക് ഇവന്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: എക്സ്റ്റേണൽ ഇവന്റ്സ് ആൻഡ് ഇന്റേണൽ ഇവന്റ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എക്സ്റ്റേണൽ ഇവന്റിൽ ഒരു ഔട്ട്സൈഡറും
നമ്മുടെ ഓർഗനൈസേഷനും ആയിരിക്കും പാർട്ടീസായിട്ട് വരുന്നത്. ഒരു ഔട്ട്സൈഡറും നമ്മുടെ ഓർഗനൈസേഷനും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനെ, എക്സ്ചേഞ്ചിനെ നമുക്ക് എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സെയിൽ ഓഫ് മെഷീൻ ടു ദ കസ്റ്റമർ. നമ്മുടെ ഓർഗനൈസേഷൻ കസ്റ്റമറിന് മെഷീനറി വിൽക്കുന്നു. കസ്റ്റമർ ഒരു ഔട്ട്സൈഡറാണ്, അദ്ദേഹത്തിന് ഈ സാധനം വിൽക്കുമ്പോൾ അത് എക്സ്റ്റേണൽ ഇവന്റ് ആയിട്ട് മാറുന്നു. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം ദ സപ്ലയർ. സപ്ലയർ എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡറാണ്, അദ്ദേഹത്തിൻ്റെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ അത് അതിനകത്ത് ഓർഗനൈസേഷനും ഒരു എക്സ്റ്റേണൽ പാർട്ടിയും ഇൻവോൾവ് ആയിട്ടുള്ളതുകൊണ്ട് അത് എക്സ്റ്റേണൽ ഇവന്റ് ആണ്. ഓക്കെ, ഇനി ഇന്റേണൽ ഇവന്റ് എന്തായിരിക്കും? ഇന്റേണൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കണോമിക് ഇവന്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഓർഗനൈസേഷനകത്തുള്ള രണ്ട് ഇന്റേണൽ വിങ്സ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്. അപ്പോൾ പറഞ്ഞാൽ ഒരു വലിയൊരു ഓർഗനൈസേഷനകത്താണെങ്കിൽ അവിടെ ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റും ഒരു മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് വേണ്ടതായിട്ട് മാനുഫാക്ചറിങ്ങിന് വേണ്ടതായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിന് റോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അത് 10,000 രൂപയുടെ റോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അത് മോണിറ്ററി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് അതൊരു ഇക്കണോമിക് ഇവന്റ് ആയിട്ട് മാറുന്നു. ഇനി നോക്കേണ്ടത് ആരൊക്കെ തമ്മിലാണ്? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റും മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റും തമ്മിലാണ് ട്രാൻസാക്ഷൻ വരുന്നത്. രണ്ടും ഓർഗനൈസേഷനകത്തുള്ളതാണ്, ഇൻസൈഡേഴ്സ് ആണ്. അതുകൊണ്ട് ഇൻസൈഡ് വിങ്സ് ആണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷനെ നമുക്ക് ഇന്റേണൽ ഇവന്റ് എന്ന് പറയാൻ സാധിക്കും. അപ്പം എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്സൈഡറും ഓർഗനൈസേഷനും. ഇന്റേണൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ വിങ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇന്റേണൽ വിങ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് ഇന്റേണൽ ഇവന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇക്കണോമിക് ഇവന്റ്സ്. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് കീ ടേംസ് ആയിട്ട് നമ്മൾ 4 കാര്യങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞത്. ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസിനകത്ത്, ഫംഗ്ഷനകത്ത് വരുന്നത്. അപ്പം എന്താണ് ഐഡന്റിഫിക്കേഷൻ? ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ട്രാൻസാക്ഷൻ നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിനെ മോണിറ്ററി ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇടം പിടിച്ചിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയിക്ക് സാലറി കൊടുത്തു, അത് നമുക്ക് റുപ്പി ടേമിൽ പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് അതൊരു ഇക്കണോമിക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു റൂളിനകത്തൊരു ചേഞ്ച് വന്നു, ബിസിനസ് ഓർഗനൈസേഷനകത്ത് ഏതെങ്കിലും പ്രിവെയിൽ ചെയ്യുന്നൊരു റൂള്, നമ്മുടെ വർക്കിംഗ് ടൈം 9 നിന്ന് 10 മാറ്റുന്നു. അതിനൊന്നും നമുക്കൊരു മോണിറ്ററി ടേമിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു. ഒരു പോളിസിയിലോ റൂളിലോ ഉള്ള വ്യത്യാസങ്ങളൊന്നും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഏത് ട്രാൻസാക്ഷൻസ് നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യണമെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ എല്ലാം നമ്മൾ ബുക്സിൽ എൻ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, എൻ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഫിനാൻഷ്യൽ നേച്ചറിലല്ലാത്തതിനെയെല്ലാം മാറ്റി നിർത്തുന്നു. ഓക്കെ, അതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഡിറ്റർമിനിങ് വാട്ട് ട്രാൻസാക്ഷൻസ് ടു റെക്കോർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ മെഷർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ നേച്ചറുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യേണ്ടതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഐഡന്റിഫൈ ചെയ്ത് വെച്ചു, ഇത് ബുക്സിൽ എഴുതണം. പക്ഷേ ബുക്സിൽ എഴുതണമെങ്കിൽ അതിൻ്റെ മോണിറ്ററി വാല്യൂ വേണം, അതിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് സാലറി കൊടുത്തു, സാലറി കൊടുത്താൽ എത്ര രൂപയാണ് ഒരു മാസം നമ്മൾ ടോട്ടൽ സാലറി കൊടുത്തത്? 4,000 രൂപയാണെങ്കിൽ ആ 4,000-നെ നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, അതപ്പോൾ മോണിറ്ററി ടേംസിൽ ആയിക്കഴിഞ്ഞു, ക്വാണ്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ ക്വാണ്ടിഫിക്കേഷൻ, എത്ര എമൗണ്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടേം അവിടെ പറഞ്ഞത് റെക്കോർഡിംഗ് ആണ്. അത് പറയുന്നത് ഒരിക്കൽ നമ്മുടെ ഇക്കണോമിക് ഇവന്റ് ഐഡന്റിഫൈ ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് അതിനെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ,
അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ സാലറി കൊടുത്തു, ഓക്കെ, ഫിനാൻഷ്യൽ നേച്ചറിലുള്ളതാണ്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എത്ര രൂപയാണെന്ന് ഡിറ്റർമിൻ ചെയ്തു, 4000 രൂപ സാലറി, 4000 എക്സ്പെൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ബുക്സിലെ എക്സ്പെൻസ് ആക്കി കാണിക്കുക. ഇനി അവിടെ വരുന്നൊരു പ്രത്യേകത, ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ആദ്യം സംഭവിച്ചത് ആദ്യം, അതിന് ശേഷം വന്നത് അതിന് ശേഷം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഡേറ്റ് വൈസ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുള്ളത്. ഓക്കെ, ഇനി അപ്പം 3 ആസ്പെക്റ്റ് കഴിഞ്ഞു. 4മത്തേത് പറഞ്ഞത് കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മെയിൻ പർപ്പസ് ആയിട്ട് മാറി. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇന്റേണൽ യൂസേഴ്സ് ആയിക്കോട്ടെ, എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിക്കോട്ടെ. നമ്മുടെ കമ്പനിക്ക് അകത്തുള്ള ആളുകളും പുറത്തുള്ള ആളുകളും നമ്മുടെ കമ്പനിയുമായിട്ട്, നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡേറ്റയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഡീറ്റെയിൽസും ഇൻഫർമേഷനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. അപ്പം ഇപ്പം നമ്മുടെ മാനേജ്മെൻ്റ് ആണെങ്കിൽ, മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാലറിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ അത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ എന്തുമാത്രം സാലറി കൊടുക്കുന്നു, അത് കൂടുതലാണോ കുറവാണോ എന്നൊരു കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്തിച്ചേരേണ്ടി വരുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പൊസിഷൻ നോക്കിയിട്ടാണ് പുറത്തുള്ളൊരു ഇൻവെസ്റ്റർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ആളുകളെ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി സഹായിക്കുന്നതിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നിടത്താണ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിലേക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസാണ്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് കീ ടേംസും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്ത് റെക്കോർഡ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. മെഷർമെൻ്റ് എന്ന് വെച്ചാൽ ആ ഡിറ്റർമിൻ ചെയ്ത ട്രാൻസാക്ഷൻ്റെ എക്സാക്റ്റ് വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്രോണോളജിക്കൽ ഓർഡർ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതിന് ആവശ്യക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ തേർഡ് കീ ടേം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനാണ്. എന്താണ് ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു എ ബിസിനസ് എൻ്റർപ്രൈസ് വെദർ ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവ്. നമ്മൾ പറഞ്ഞ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. അത് പ്രോഫിറ്റ് ഓറിയൻറ്റഡോ നോൺ പ്രോഫിറ്റ് ഓറിയൻറ്റഡോ ആവാം. അതായത് പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളോ പ്രോഫിറ്റ് ഉദ്ദേശമല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളോ ആവാം. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമ്മൾ കാണുന്ന സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസാണ്. അതായത് ഒറ്റ ഒരാൾ മാത്രം നടത്തുന്ന കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരിക്കുമല്ലോ, അത് കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ അതാവാം. അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് നടക്കുന്ന പാർട്ണർഷിപ്പ് ഫേംസ് ആവാം, അല്ലെങ്കിൽ കമ്പനീസ് ആവാം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം. ഇവരൊക്കെ ഈ കമ്പനിയോ പാർട്ണർഷിപ്പ് ഫേമോ സോൾ പ്രൊപ്പറേറ്ററി കൺസേണോ ഒക്കെ ബിസിനസ് നടത്തുന്ന പ്രോഫിറ്റിന് വേണ്ടിയാണ്. അതിൽ നിന്ന് നമ്മൾ മാറി ലോക്കൽ അതോറിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇവരൊക്കെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറേ കൂടെ സർവീസ് ഓറിയൻറ്റഡ് ആണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഈ ഓർഗനൈസേഷൻ എന്ന പെർവ്യൂവിലേക്ക് വരാം. അപ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. അത് പ്രോഫിറ്റ് ഓറിയൻറ്റഡോ നോൺ പ്രോഫിറ്റ് ഓറിയൻറ്റഡോ ആവാം. പ്രോഫിറ്റിന് വേണ്ടിയുള്ളതോ പ്രോഫിറ്റിന് വേണ്ടി അല്ലാത്തതോ ആയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ ഓർഗനൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് കീ ടേമും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ഡിസിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അവരെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് തിരിക്കാം, ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെയുണ്ട് ഓർഗനൈസേഷനകത്തുള്ള ആളുകൾ, അതായത് ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡന്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, സ്റ്റോർ മാനേജേഴ്സ്, അങ്ങനെയുള്ള ഓർഗനൈസേഷനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകൾ, അകത്ത് നിൽക്കുന്ന ആളുകൾ. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്,
അങ്ങനെ പുറത്തു നിന്നുള്ള ആളുകൾ, ഇവരെല്ലാം ഈ തരത്തിൽ ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും അവരുടേതായ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. ഓക്കെ, അപ്പം അങ്ങനെ അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അക്കൗണ്ടിങ് ഇൻഫർമേഷനെ യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 4 കീ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഇക്കണോമിക് ഇവൻ്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് സംഭവിക്കുന്ന ഒന്നിലധികം ട്രാൻസാക്ഷൻസ് കൂടി ചേർന്നുള്ള മോണിറ്ററി ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ ഇക്കണോമിക് ഇവൻ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് റെക്കോർഡ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുക, അത് ഫിനാൻഷ്യൽ നേച്ചറുള്ളവ മാത്രം. അത് കഴിഞ്ഞ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ നേച്ചറുള്ളതിൻ്റെ എക്സാക്റ്റ് വാല്യൂ ക്വാണ്ടിഫിക്കേഷൻ ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത ഇൻഫർമേഷനെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കീ ടേം എന്ന് വെച്ചാൽ ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. അത് പ്രോഫിറ്റ് ഓറിയൻറ്റഡോ നോട്ട് ഫോർ പ്രോഫിറ്റോ ആവാം. ലാസ്റ്റ് വൺ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അവർ 2 കാറ്റഗറിയുണ്ട്, ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനകത്തുള്ള ആളുകൾ, എക്സാമ്പിൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഫിനാൻഷ്യൽ മാനേജേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ, സപ്ലയേഴ്സ് പോലെ ഓർഗനൈസേഷന് വെളിയിൽ നിൽക്കുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ നമ്മുടെ 4 കീ ടേംസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുമായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.